ഹലോ ഓൾ വെൽക്കം ടു എജിപോർട്ട്. മക്കളെ, നമ്മുടെ എക്സാം ഇതേ ഇങ്ങ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും എല്ലാ സബ്ജക്ട്സും തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് മിസ്സിന് അറിയാം. ഇന്ന് മിസ് വന്നിരിക്കുന്നത് എന്തിനാന്ന് അറിയോടാ? നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരിക്കും, എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒന്നും വന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്, പാറ്റേൺ മാറി മാറി എന്ന് നിങ്ങൾ പലരും പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടായിരിക്കോ. ഇന്ന് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആ മാറിയിട്ടുള്ള പാറ്റേൺ എങ്ങനെയാണ് എന്നാടാ. മാറിയ പാറ്റേൺ നമുക്ക് നോക്കണ്ടേ എങ്ങനെയാണെന്ന്, എങ്ങനെയൊക്കെ ആ ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത് എന്ന് നോക്കണ്ടേ. മിസ് ഇതേ നമ്മുടെ ഹിന്ദിയിലെ ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് കണ്ടോളൂ കേട്ടോ. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് മാറിയിരിക്കുന്നത് എന്നാണ് മിസ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോക്കിയാലോ. യെസ്, അപ്പൊ എവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്താ വരുന്നത്? ജൂലിയ ഓർ ലൂണ. നോക്കിയടാ, ജൂലിയ ഓർ ലൂണ എന്ന് പറഞ്ഞിട്ടുള്ള കഹാനി കാ യഹ് അംശ് പഠേ. കഹാനിയുടെ അംശം വായിച്ചിട്ട് എന്താണ് 1 to 3, 1 മുതൽ 3 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഉത്തർ ലിഖേ, ഉത്തരം എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദേ ഇവിടെ ഒരു ബോക്സ് കണ്ടോ? ഈ ബോക്സ് ആണ് നിങ്ങൾക്ക് ചാപ്റ്ററിന് വന്നിട്ടുള്ള 2 ലൈൻ തന്നത്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ലൈനാണ്. മിസ് വായിക്കാം. എന്താണ്? 738 दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगो। वादा करो यहाँ के किसी भी पेड़ को कभी नहीं काटोगे। लड़की ने सेठ से वादा ले लिया. ഇതാണ് എനിക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫ്. ഇനി ക്വസ്റ്റ്യൻ എന്താടാ വന്നിരിക്കുന്നത്? സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്താണ്? ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. മിസ് ഇത് വായിക്കാം. 4 ഓപ്ഷൻസ് കണ്ടോ അവിടെ? കാ കാ ഗംഗ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ABCD 4 ഓപ്ഷൻ ആണ്. മിസ് വായിക്കാൻ നോക്കിയേ. सेठ पेड़ काटने में सफल हुआ, सेठ ने पेड़ काटने का वादा किया, सेठ पेड़ काटने में असफल हुआ. लास्ट वन എന്താണ്? सेठ ने पेड़ काटने का दावा किया. എന്താണ് അതിന്റെ മീനിങ്? എന്താണ് അതിൽ ശരിയായതാ ചോദിക്കുന്നത്. മീനിങ് നമുക്ക് നോക്കാം. ആദ്യത്തെ എന്താണ്? സേठ पेड़ काटने में सफल हुआ എന്ന് പറഞ്ഞാൽ എന്താണ്? മരം മുറിക്കുന്നതിൽ വിജയിച്ചു, സേട്ട് ജയിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തതോ पेड़ काटने का वादा किया, അതായത് മരം മുറിക്കാമെന്ന് വാഗ്ദാനം നൽകി. തേർഡ് വൺ എന്താണ്? സേठ पेड़ काटने में असफल हुआ, മരം മുറിക്കുന്നതിൽ നിന്ന് തോറ്റുപോയി, സേട്ട് തോറ്റു എന്നാ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് വൺ എന്താണ്? पेड़ काटने का दावा किया എന്ന് പറഞ്ഞാല് മരം മുറിക്കാം എന്നുള്ള ഒരു എന്താണ് വാഗ്ദാനം നൽകി, അല്ലാണ്ട് മരം മുറിച്ചു എന്ന് പറഞ്ഞു, അതാ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതാടാ ശരിയായിട്ടുള്ളത്? ഇതല്ലേ, രണ്ടാമത്തതല്ലേ ശരിയായിട്ടുള്ളത്? സേഠ്നെ, അതാണോ? അല്ല, അതല്ല. ഏതാ കറക്റ്റ് ആയിട്ടുള്ളത്? सेठ पेड़ काटने में असफल हुआ. തേർഡ് വൺ അല്ലേടാ മക്കളെ ശരി. അതായത് എന്താണ്? മരം മുറിക്കുന്നതിൽ നിന്നും മരം മുറിക്കാൻ വന്നപ്പം സേട്ട് തോറ്റുപോയി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അതെടുത്ത് നിങ്ങൾ എഴുതിയാൽ മതി. ഒരു മാർക്കാണ് കണ്ടോ, ഒരു മാർക്കാണ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യന് ചോദിക്കുന്നത്. ഒരെണ്ണം എടുത്ത് എഴുതിയാൽ മതി. നെക്സ്റ്റ് എന്താ നോക്കിയടാ. യെസ്, സെയിം അതേ ചാപ്റ്ററിൽ നിന്നുള്ള ആ പാരഗ്രാഫും തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തത്. വാദാ കരോ യഹാം കെ കിസി ബി പേട് കോ കബി നഹി കാട്ടോങ്കോ. അതായത് എനിക്ക് വാക്ക് തരൂ, ഇവിടെയുള്ള ഒരു മരങ്ങളും ഇനി മുറിക്കില്ല എന്ന് വാക്ക് തരൂ എന്നാൽ ലഡ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പെൺകുട്ടി മരം മുറിക്കാൻ വന്ന ആളുടെ അടുത്ത് പറഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്. ജൂലിയാനെ സേഠ് സേ ഏസാ വാദാ ക്യോ ലേ ലിയ. അപ്പൊ ഈ ജൂലിയ എന്തുകൊണ്ടാണ് നമ്മുടെ സേട്ടന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു വാഗ്ദാനം, ഒരു ഉറപ്പ് വാങ്ങിച്ചത് എന്നാ ചോദിക്കുന്നത്. എന്തുകൊണ്ടായിരുന്നടാ? നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് വായിച്ചാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? 738 ദിവസം കാത്തു നിന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ എന്ത് എഴുതണം നിങ്ങൾ? എന്തുകൊണ്ടായിരിക്കും ജൂലിയ അങ്ങനെ പറഞ്ഞത്? അതായത് ജൂലിയ അത്രയും ദിവസം എന്താണ് അവര് മരം മുറിക്കാൻ അനുവദിക്കാതെ നിന്നു അല്ലെ? മരം മുറിക്കാൻ വന്നപ്പോ തടഞ്ഞു നിർത്തി. എന്തിനാണ് തടഞ്ഞു നിർത്തിയത്? ജൂലിയ എന്ന് പറയുന്നത് എന്താണ്? മരത്തിനെയൊക്കെ സ്നേഹിക്കുന്ന, സംരക്ഷിക്കുന്ന ഒരു കുട്ടിയാണ് എന്ന് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? അതിനെ കൊണ്ടാണ് വാഗ്ദാനം മേടിച്ചത്. അതായത് അവള് തിരിച്ചു പോയി കഴിഞ്ഞാലും മരം മുറിക്കരുത് എന്നുള്ള വാഗ്ദാനം മേടിച്ചു. അതിനെ കൊണ്ടാണ് മരം മുറിക്കരുത് എന്ന് അവൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂടാ. थर्ड क्वेश्चन എന്താ? लूना की रक्षा करने के लिए जूलिया 738 दिनों तक उस पेड़ पर ही रही. इस पर समाचार तैयार करें. എത്രയാടാ? എന്താടാ ചോദിച്ചത്? സമാചാർ എഴുതാൻ വേണ്ടിയിട്ട്. എന്തായിരുന്നു സമാചാർ മക്കളെ? മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുന്നത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സമാചാർ എന്താണ്? വാർത്തയാണ് കേട്ടോ. ഒരു വാർത്ത എഴുതാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തിനെ കുറിച്ചിട്ട്? ലൂനാക്കി രക്ഷാ കർണേക്ക് ലിയേ ജൂലിയ എന്താണ്
നമ്മുടെ മരത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജൂലിയ 738 ദിവസം ആ മരത്തിന്റെ മേലെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ട് ഒരു വാർത്ത തയ്യാറാക്കാനാ പറഞ്ഞിരിക്കുന്നത്. വാർത്ത തയ്യാറാക്കുമ്പോൾ ആദ്യം എന്ത് കൊടുക്കണം നിങ്ങള്? മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? ആദ്യം നിങ്ങൾ വാർത്തയ്ക്ക് ഒരു ബോർഡ് കൊടുക്കണം, ഒരു ബോക്സ് ആക്കണം. ബോക്സിലാക്കിയിട്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ എന്ത് കൊടുക്കണം? ഒരു ഹെഡിങ് ദേ ഇവിടെ എഴുതുക. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഒരു ഹെഡിങ് ഇവിടെ കൊടുക്കാം. ഇവിടെ എന്തിനെ കുറിച്ചിട്ടാണ്? മരം മുറിക്കുന്നതിൽ നിന്ന് ജൂലിയ തടഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു എന്താണ് ഒരു ഹെഡിങ് കൊടുത്തോളൂ. ഹെഡിങ് കഴിഞ്ഞിട്ട് വാർത്തയുടെ ഇവിടെ നിങ്ങൾ സ്ഥലം കൊടുക്കണം. ദേ ഇവിടെ വാർത്ത തുടങ്ങുമ്പോൾ എന്താണ്, എവിടെയാണോ സ്ഥലം നടക്കുന്നത് ആ സ്ഥലം കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാ. അതായത് ഇത്രയും ദിവസം ഈ ജൂലിയ മരത്തിന്റെ മേലെ താമസിച്ചു, 738 എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്തോളൂ. അത് എഴുതിക്കോ. അത്രയും ദിവസം താമസിച്ചു, എന്നിട്ട് മരം മുറിക്കാൻ വേണ്ടി ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഹട്ടേ കട്ടേ ആത്മീയോ പറഞ്ഞില്ലായിരുന്നോ? സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ വന്നു. അപ്പോഴൊന്നും അവള് സമ്മതിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് അവർ സമ്മതിക്കാ ചെയ്തത് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. ടെക്സ്റ്റ് ബുക്ക് നന്നാക്കി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാർത്ത എഴുതാൻ പറ്റൂ കേട്ടോ. മെയിൻ ആയിട്ട് എന്താ വേണ്ടിയേ? ബോക്സും വേണം, ഹെഡിങ് കൊടുക്കണം. ഓക്കെ, സെറ്റ്. ഇനി എന്താടാ? 4 മാർക്കാണ് കേട്ടോ അതിന് വരുന്നത്. കണ്ടോ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എടുത്തത് എന്താടാ? അഥവാ. അഥവാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർ. ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഓർ. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതാം. മൂന്നാമത്തേൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? संकेतों की सहायता से प्रकृति की रक्षा, धरती की सुरक्षा विषय पर ലഘുലേഖ ലിഖേ. ലഘുലേഖ എന്ന് പറഞ്ഞ ഒരു ചെറിയ വിവരണം എഴുതാൻ. വിവരണം, ലേഖ എന്ന് പറഞ്ഞ വിവരണമാണ് കേട്ടോ. എന്തിനെ കുറിച്ചിട്ട്? പ്രകൃതിക്ക് രക്ഷ, ധർത്തിക്ക് സുരക്ഷ. അതായത് ഭൂമിയെ സംരക്ഷിക്കണം, പ്രകൃതി സംരക്ഷണം, ഭൂമിയെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് നിങ്ങൾ ഒരു ലഘു വിവരണം, സെയിം 4 മാർക്കാണ്. ലഘു വിവരണം എഴുതണം. അതും മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പ്രകൃതിനെ കുറിച്ചിട്ടുള്ള ഒരു പാരഗ്രാഫ് വലുതും മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? അപ്പൊ നിങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കണം. നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ടോപ്പിക്സ് തന്നിട്ടുണ്ട്. ഈ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താം. 4 പോയിന്റ് തന്നിരിക്കുന്നത് കണ്ടോ? ആ 4 പോയിന്റുകളും നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താം. എന്തൊക്കെയാണ്? പ്രകൃതി പ്രകൃതി സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ട് പറയാം. പിന്നെയോ പ്രകൃതി സേ ലാഭ്, അതായത് പ്രകൃതിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളില്ലേ, ഒരുപാട് ലാഭങ്ങളില്ലേ, അതിനെ കുറിച്ചിട്ട് പറയണം. പിന്നെയോ പ്രദൂഷൺ നിയന്ത്രൺ, മലിനീകരണത്തിനെ കുറിച്ച്, മലിനീകരണം നിയന്ത്രിക്കണം എന്നുള്ള കാര്യങ്ങളോ ഒക്കെ പറയാം. പ്രദൂഷൺ എന്ന് പറഞ്ഞാൽ മലിനീകരണമാണ് കേട്ടോ. ഓക്കെ, മലിനീകരണം. ലാസ്റ്റ് എന്താടാ? ഹർ ഏക് കാ ദായിത്വം. എന്താണ്? നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് അല്ലെ പ്രകൃതിനെ സംരക്ഷിക്കുക. ഈ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് വെച്ചിട്ട് എഴുതാം, ലഘുലേഖ എഴുതാം. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേടാ? മിസ് ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് എവിടെ വരും? നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്തിട്ടില്ലേടാ? ഒരു കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പ് വന്നിട്ടില്ലായിരുന്നോ? ആ ഗ്രൂപ്പിനകത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ വരുന്നതായിരിക്കും, മിസ് അയക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? എല്ലാവരും ജോയിൻ ചെയ്യട്ടോ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത്. നിങ്ങൾക്ക് നോട്ട് അവിടെ കാണാം. ഇനി എന്താ വരുന്നത്? അടുത്തൊരു സൂചന തന്നിരിക്കുന്ന എന്താണ്? പേഡ് കവിത കാ യഹ് അംശ് പഠേം. അടുത്ത ചാപ്റ്റർ വന്നു മക്കളെ. പേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, പേഡ് വന്നു. എന്നിട്ടോ കവിതയിലെ ഈ ഒരു അംശ്, ഈ ഒരു ഭാഗം വായിക്കണം. എന്നിട്ട് 4 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യന് നിങ്ങൾ ഉത്തരം എഴുതണം. ഇത് ഓക്കെ, ഇവിടെ കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലതാണ്. സെയിം നിങ്ങൾ പഠിച്ചിട്ടുള്ള കുറച്ച് ലൈനുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? യെസ്, 4ാമത്തെ ക്വസ്റ്റ്യൻ. കവിനെ യഹാം പേഡ് കോ കിസ് രൂപമേം വർണ്ണൻ കിയ. എന്ത് രൂപമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്? മരം എന്തോ ഒന്നാണ് എന്ന് പറഞ്ഞിട്ടല്ലായിരുന്നോ കംപ്ലീറ്റ് ആ കവിത നമ്മൾ പഠിച്ചിരുന്നത്? ഏതാണ്? ഗായകാണോ? ദർജിയാണോ? ചിത്രകാരനായിരുന്നോ? കുമാർ ആയിരുന്നോ? ആരായിരുന്നോടാ? ദർജി അല്ലായിരുന്നോ? അല്ലായിരുന്നോടാ? മരം ഒരു തയ്യൽക്കാരനാണ് എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? അപ്പൊ തയ്യൽക്കാരനാണ്. ഇതേ 1 മാർക്കാണ് നിങ്ങൾക്ക് അതിന് വരുന്നത്. ഓക്കെ അല്ലേ? അത് എടുത്ത് എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. യഹ് ആശയവാലി പംക്തിയാം കവിതാംശു സേ ചുൻകർ ലിഖേ. ഇവിടെ ബോക്സിൽ നിങ്ങൾക്ക് ഇതേ കണ്ടോ ഒരു ലൈൻ തന്നിട്ടുണ്ട്. ഒരു ആശയമാ തന്നിരിക്കുന്നേ. ഇവിടെ കണ്ടോ ആശയവാലി എന്ന് പറഞ്ഞിരിക്കുന്നേ. ആശയവാലി എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം. ഒരാശയം ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? പംക്തിയാം കവിതാംശു സേ ചുൻകർ ലിഖേ. പംക്തി എന്ന് പറഞ്ഞാൽ വരിയാണ്.
അപ്പം ഈ ആശയം വരുന്ന വരി നിങ്ങളുടെ അടുത്ത് എഴുതാനാ പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ഇവിടെ തന്നിട്ടില്ലേ, ഈ ലൈനുകളിൽ ഏതോ ഒരെണ്ണം ഏതാണ് ഈ അർത്ഥം വരുന്നതുണ്ട്. നോക്കി, ഏതാണ്? ധൂപ് സേ സിൽനെ പർ ഛായയെ ബിക്കർ ഗയി. അതായത് വെയിൽ വന്നു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? നമ്മുടെ നിഴലുകളെല്ലാം കഷ്ണം കഷ്ണങ്ങളായി മാറിപ്പോയി. അതാണ് അതിന്റെ അർത്ഥം. ഏതാണ് ലൈൻ എടാ മക്കളെ? നോക്കിയേ, ഏതാടാ ലൈൻ വരുന്നത്? പേട് തും പേട് നഹി, നീ മരമല്ല. തും ദർജി, നീ ഒരു തയ്യൽക്കാരനാണ്. പിന്നെയോ തുമ്നെ കിത്ന സിലേ ഗോസിലെ, നീ എത്ര കൂടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാണ്? എത്ര കാറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഹവായെ. ഇനിയാണ് നമ്മുടെ ലൈൻ വരുന്നത്. ധൂപ് സിലി തോ ബിഖർ ഗയി കതരൻ കതരൻ ഛായയെ. ഇതാണെടാ നമ്മുടെ ആൻസർ വരുന്നത്. അതായത് എന്താണ്? നമ്മുടെ വെയിൽ വന്നപ്പം, സൂര്യപ്രകാശം വന്നപ്പോ എന്ത് ചെയ്തു? നിഴലുകളെല്ലാം ചിന്നി ചിന്നി കഷ്ണങ്ങളായി മാറി. ഈ 2 ലൈനാണ് നിങ്ങൾ ഇവിടെ എടുത്ത് എഴുതേണ്ടത് കേട്ടോ. പംക്തിയാം എന്ന് കണ്ടില്ലേ, വരിയാണ് ചോദിച്ചത്. ആ 2 വരി എടുത്ത് എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്കാ കിട്ടുന്നത്. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കവി और कविता का परिचय देते हुए इन पंक्तियों का आशय लिखे. എന്താ പറഞ്ഞിരിക്കുന്നേടാ? നിങ്ങളുടെ അടുത്ത് കവിയെ കുറിച്ചിട്ടോ പിന്നെ എന്തിനെ കുറിച്ചിട്ടാണ്? ഈ വരികളെ, കവിനെ കുറിച്ചിട്ടോ ഈ കവിതയുടെ അംശത്തിനെ കുറിച്ചിട്ടും എഴുതുക. എന്നിട്ട് എന്താ ചെയ്യാൻ പറഞ്ഞത്? ആശയ ലിഖേ. അതായത് ഈ ലൈനുകളില്ലേ, ഈ ലൈനുകളില്ലേ, ഇത് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ആശയം എഴുതാനാ പറഞ്ഞിരിക്കുന്നേ. കവിതയുടെ ആശയം എങ്ങനെ എഴുതണം എന്നാ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നിങ്ങൾ ആരായിരുന്നു ആ കവി ആരാണ് എന്ന് എഴുതണം. കവിത എഴുതിയ ആളെ പേര് എഴുതണം. നിങ്ങൾക്ക് ഒരു ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് അതിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യങ്ങൾ താഴെ 1-2 പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതാം എന്ന് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്തൊക്കെയാ ഈ ലൈനിൽ പറഞ്ഞിട്ടുള്ളത്? നീ വെറൊരു മരമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു തയ്യൽക്കാരനാണ്. അപ്പൊ തയ്യൽക്കാരനായിട്ടാണ് നമ്മുടെ കവി കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടുള്ളതാണ് അല്ലേടാ? യെസ്. ഓക്കെ. അപ്പൊ നിങ്ങൾ അങ്ങനെ വേണം എന്ത് എഴുതാൻ? ആശയം എഴുതാൻ. ടിപ്പണി എഴുതുന്ന പോലെ തന്നെ നിങ്ങൾ ആശയം എഴുതിക്കോട്ടോ. 4 മാർക്കാണ് അതിന്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത സൂചന, നിങ്ങൾക്ക് സൂചന തരുന്നുണ്ട്. എന്താണ്? ഹാച്ചി കി കഹാനി കാ യഹ് അംശു പഠേ. ഹാച്ചി കി കഹാനി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിന് ഒരു ഭാഗം തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് 7ന്റെയും 8ന്റെയും ഉത്തരം എഴുതാൻ. ഏതാണ്? 7 or 8. 7ഉം 8ഉം ആൻസർ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അംശു വായിക്കണ്ടേ? ആ ഒരു ഭാഗം തന്നത് വായിക്കേണ്ടത് ഇതാണ്, ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നതാണടാ. बीच में कभी किसी बरस प्रोफेसर की पत्नी अपने पति की कब्र पर फूल चढ़ाने आ जाती, तब वह आची के साथ सड़क पर बैठकर रोती रहती. എന്നിട്ടോ और शायद उस मूक जानवर के प्रेम समर्पण व प्रतीक्षा पर അച്ഛ്രജ് കർത്തി. എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ പ്രൊഫസറിന്റെ വൈഫ് പ്രൊഫസറിന്റെ ശവകുടീരത്തിന്റെ മേലെ പൂവ് വെക്കാൻ വേണ്ടിയിട്ട്, കബ്ർ എന്ന് പറഞ്ഞാല് ശവകുടീരമായിരുന്നു കേട്ടോ. ശവകുടീരത്തിൽ പൂ വെക്കാൻ വേണ്ടിയിട്ട് വന്നു. ആ സമയത്ത് നമ്മുടെ ഹാച്ചിയെ കണ്ടുമുട്ടി. ഓർമ്മയില്ലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പ്രൊഫസറിന്റെ വൈഫ് ആകെ അത്ഭുതപ്പെട്ടുപോയി. എന്ത് കണ്ടപ്പം? ഈ പാവം, ഈ മിണ്ടാപ്രാണിയുടെ മൂഗ് ജാൻവർ എന്ന് പറഞ്ഞാൽ മിണ്ടാപ്രാണിയായിരുന്നു. മിണ്ടാപ്രാണിയുടെ പ്രേമവും, അതായത് സ്നേഹവും സമർപ്പണ ബോധവും എല്ലാം കണ്ടപ്പോൾ നമ്മുടെ പ്രൊഫസറിന്റെ വൈഫ് അത്ഭുതപ്പെട്ടു. അതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സൂചന. പാരഗ്രാഫ് അതാ തന്നിരിക്കുന്നത്. ഇനി മക്കളെ ക്വസ്റ്റ്യൻ എന്താന്ന് മിസ് പറയുന്നത് നോക്കിയോ. യെസ്. കോഷ്ടക് കെ ശബ്ദോം കി സഹായതാ സേ വാക്യ വിസ്താർ കരേം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മക്കളെ? എന്താ പറഞ്ഞിരിക്കുന്നത്? കോഷ്ടക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാക്കറ്റ് ആണ് കേട്ടോ. അതേണ്ടോ, ബ്രാക്കറ്റിനകത്ത് അവിടെ കൊടുത്തിരിക്കുന്നത് കോഷ്ടക് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ആണ്. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ആ ശബ്ദം നോക്കിയിട്ട് അതിന്റെ സഹായത്താല് ഈ വാക്കിനെ വലുതാക്കി 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 എഴുതാൻ വേണ്ടിയിട്ടാ മക്കളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ്? നമ്മുടെ വേർഡ് പിരമിഡിലായിരുന്നോ? വേർഡ് പിരമിഡ് തന്നെയാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ ഒരു ട്രയാങ്കിൾ ആക്കി തരാറില്ലേ, പിരമിഡ് പോലെ? അത് ഇവിടെ തന്നിട്ടില്ലതേ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പിരമിഡ് വരാറില്ലേ? അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു പിക്ചർ വരച്ചിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതിനെ വലുതാക്കി വലുതാക്കി എഴുതണം നിങ്ങള്. ഓക്കെ അല്ലേ? എന്താണ് ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് നിങ്ങൾക്ക്? ഹാച്ചിനെ ഇന്ദസാർ കിയ. ഹാച്ചി കാത്തിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത് നമ്മൾ എന്ത് എഴുതും? ഇതിലുള്ള വേർഡ്സ് കണ്ടോ? 1, 2, 3 3 ഉണ്ട്. അത് നിങ്ങൾക്ക് ഇതിലേക്ക് ഓരോ ലൈനിലും ആഡ് ചെയ്ത് വേണം എഴുതാൻ. മിസ് പറയുന്നേ നോക്കിയോ. അടുത്ത എന്താണ്? ഹാച്ചിനെ ഇന്ദസാർ കിയ എന്ന് കഴിഞ്ഞിട്ട് ഹാച്ചിനെ സ്റ്റേഷൻ മേ. ഇതെടുത്ത് എഴുതാം. ഓക്കെ, ഇതാണ് ഒന്നാമത്തത്. ഇവിടെ എഴുതുക ഹാച്ചിനെ സ്റ്റേഷൻ മേ ഇന്ദസാർ കിയ. അപ്പൊ ഇനി അടുത്തത് ഏതായിരിക്കടാ? ഹാച്ചിനെ സ്റ്റേഷൻ മേ
പ്രൊഫസർ കാ इंतजार किया ഇത് ഏതാണ് രണ്ടാമത്തത് അത് ഇവിടെ എഴുതുക ഹാച്ചിനെ സ്റ്റേഷൻ മേ പ്രൊഫസർ ആദ്യം നമ്മൾ സ്റ്റേഷൻ എന്ന് ആഡ് ചെയ്തു സ്റ്റേഷൻ എന്ന് കൊടുത്തു അടുത്തത് പ്രൊഫസർ എന്ന് കൊടുത്തു അപ്പൊ ഇനി എന്താണ് റോസ് റോസ് എന്ന് പറഞ്ഞാൽ ഡെയിലി എന്നുള്ള വേർഡ് വേണം കൊടുക്കാൻ അപ്പൊ ലാസ്റ്റ് നിങ്ങൾ എന്ത് കൊടുക്കണം ഹാച്ചിനെ എന്താ കൊടുക്കണ്ടേ ഹാച്ചിനെ സ്റ്റേഷൻ മേ പ്രൊഫസർ കോ റോസ് इंतजार किया എന്ന് വേണം കൊടുക്കാൻ സെറ്റ് അല്ലേടാ സെറ്റ് അല്ലേ നിങ്ങൾ വേർഡ് പിരമിഡ് ദേ ഇതെങ്ങനെയാണോ എഴുതുന്നത് അതേപോലെ വലുതാക്കി വലുതാക്കി എഴുതുക അത്രയേ ഉള്ളൂ 3 മാർക്കാണ് ഓക്കെ 3 മാർക്കാണ് നിങ്ങൾക്ക് അതിന് വരുന്നത് കേട്ടോ ഇവിടെ നോക്കിയേ ദേ ഇവിടെ 1 2 3 മൂന്നെണ്ണാണ് എഴുതാനുള്ളത് അപ്പൊ 3 മാർക്കാണ് സെറ്റ് അല്ലേ നിങ്ങൾക്ക് വേർഡ് പിരമിഡ് ആ ട്രയാങ്കിൾ പിക്ചർ വരച്ചിട്ട് ആ ഒരു ത്രികോണം വരച്ചിട്ട് നിങ്ങൾക്ക് തരില്ല ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ അടുത്ത എന്താടാ പറഞ്ഞിരിക്കുന്നേ कहानी के इस संदर्भ के आधार पर प्रोफेसर की पत्नी की ഡയറി ലിഖേ പ്രൊഫസറിന്റെ പത്നിയുടെ ഡയറി എഴുതാനാ പറഞ്ഞിരിക്കുന്നത് ഈ സിറ്റുവേഷനെ ആധാരമാക്കിയിട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്തായിരുന്നടാ അതായത് ആള് വന്നു പ്രൊഫസറിന്റെ വൈഫ് വന്നു പൂ വെക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോ ഹാച്ചിയെ കണ്ടു ആ സിറ്റുവേഷൻ ഹാച്ചി നമ്മുടെ ഡയറി എഴുതുകയാണ് പ്രൊഫസറിന്റെ വൈഫ് ആ ഡയറിയാ ചോദിക്കുന്നത് ഡയറി എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം ഒരു ബോക്സ് ആക്കണം നിർബന്ധമായിട്ടും ബോക്സ് കൊടുത്തിട്ട് നിങ്ങൾ ആദ്യം തന്നെ എന്ത് കൊടുക്കണം ഇവിടെ ഡേറ്റും ഡേയും കൊടുക്കണം വേണമെങ്കിൽ നിങ്ങൾ സമയവും കൊടുത്തോ എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ എഴുതാനുള്ളത് അത് ദേ ഇവിടെ ഇങ്ങനെ എഴുതി വെക്കണം സെറ്റ് അല്ലേ സെറ്റ് അല്ലേടാ ഓക്കെ അല്ലേ യെസ് എത്ര മാർക്കാ മക്കൾ അതിന് വരുന്നത് 4 മാർക്കാണ് കേട്ടോ കണ്ടോ 4 മാർക്കാണ് വരുന്നത് ഡയറിക്ക് അടുത്തത് വീണ്ടും ദേ അഥവാ എന്ന് പറഞ്ഞ ഓർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഈ 8ാമത്തെ ക്വസ്റ്റ്യന് പകരം ഏത് ഈ ക്വസ്റ്റ്യനും കൂടി വേണമെങ്കിൽ എഴുതാം ഏതാണ് हाची के इंतजार के बारे में प्रोफेसर की पत्नी ने अपनी बेटी के नाम पर പത്ര ലിഖ പത്ര തയ്യാർ കരേ അതായത് നമ്മുടെ പ്രൊഫസറിന്റെ വൈഫ് എന്ത് ചെയ്തിട്ടുണ്ട് ആളുടെ മകൾക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ അയക്കുകയാണ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഹാച്ചിയെ ഞാൻ കണ്ടു തിരിച്ചു വന്നപ്പോ എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് അയക്കുകയാണ് പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പത്രം എന്ന് പറഞ്ഞാൽ ലെറ്റർ ആണ് കേട്ടോ ലെറ്റർ എഴുതണം നിങ്ങൾ ഇവിടെ ഡയറിയിൽ എന്താണോ നിങ്ങൾ എഴുതിയിരിക്കുന്നത് ആ കാര്യങ്ങൾ തന്നെ മക്കൾക്ക് എടുത്തിട്ട് നിങ്ങളുടെ ലെറ്ററിലേക്കും എഴുതാം അല്ലേ പ്രൊഫസറിന്റെ വൈഫ് തന്നെയാ ലെറ്റർ എഴുതുന്നത് ഡയറി എഴുതിയതും ആരായിരുന്നു വൈഫ് തന്നെയായിരുന്നു ഓക്കെ അല്ലേടാ ലെറ്റർ എങ്ങനെയാ എഴുതാന്ന് അറിയാലോ നിങ്ങള് മിസ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ബോക്സ് കൊടുക്കണം ബോക്സ് കൊടുത്തിട്ട് ലെറ്ററിൽ എന്ത് കൊടുക്കണം ഡേറ്റും സ്ഥലവും വേണം കൊടുക്കാൻ ലെറ്ററിൽ എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാ ലാസ്റ്റ് എന്ത് നിങ്ങളുടെ ഹസ്താക്ഷരം കൂടി ആഡ് ചെയ്യാ ഇത്രയേ ഉള്ളൂ ലെറ്റർ അത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ അല്ലേ മക്കളെ ഡൺ 4 മാർക്കാണ് കേട്ടോ അടുത്തത് എന്താടാ അടുത്തൊരു സൂചന വന്നിരിക്കുന്നത് എന്താണ് ദേ ബാബ ഓർ ബാബ കി ചടി നിങ്ങളുടെ അടുത്ത ചാപ്റ്റർ ആണ് ബാബ കി ചടി കവിതാക്ക അംശു പടേ കവിതയുടെ ഈ ഒരു ഭാഗം പടേ എന്ന് പറഞ്ഞാൽ വായിക്കൂ എന്നിട്ടോ 9 മുതൽ 10 വരെ 9ഉം 10ഉം ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാനാ പറഞ്ഞിരിക്കുന്നത് ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാഗം ഓക്കെ ഇനി ക്വസ്റ്റ്യൻ എന്താ വരുന്നത് ഏക് കദം വോ ചൽത്താ ഹേ യഹാ വോ കോൻ ഹേ അതായത് അവർ ഒരുമിച്ചാ നടന്നിട്ടുണ്ടായിരുന്നേ എന്നാ പറഞ്ഞിരിക്കുന്നേ ഇവിടെ വോ എന്ന് പറഞ്ഞാല് കോൻ ആരാണ് വോ എന്ന് പറഞ്ഞാലിടാ ഇവിടെ ആരായിരുന്നു വോ കദം ഏക് കദം വോ ചൽത്താ ഹേ അവർ ഒരുമിച്ച് നടന്നിട്ടുണ്ടായിരുന്നു ആരായിരുന്നു ബാബയായിരുന്നു 1 മാർക്കാണ് ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ 10ാമത്തെ ക്വസ്റ്റ്യൻ ഒക്ടോബർ 1 എന്താണ് വിശ്വ ബുജുർഗ് ദിവസ് ഇവിടെ കണ്ടോ വിശ്വ ബുജുർഗ് ദിവസ് ആണ് അതിന്റെ കെ അവസർ പർ ആപ്കെ സ്കൂൾ മേ ബുജുർഗ് കാ ആദർ കാ രഹേ ഹേ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇസ്കെ ലിയേ ഏക് പോസ്റ്റർ തയ്യാർ കരേ എന്താ പറഞ്ഞിരിക്കുന്നേടാ നമ്മുടെ ഒക്ടോബർ 1-ാം തീയതി എന്താണ് വയോജന ദിനമാണ് അല്ലെങ്കിൽ വൃദ്ധ ദിനമാണ് പ്രായമായിട്ടുള്ളവരുടെ അപ്പൊ ആ ദിവസം നിങ്ങളുടെ സ്കൂളിൽ അവരെ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരെ ആദരിക്കുക ചെയ്യുന്നത് അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പോസ്റ്റർ തയ്യാർ കരേ പോസ്റ്റർ എഴുതാനാ പറഞ്ഞിരിക്കുന്നേ പോസ്റ്റർ എങ്ങനെയാ എഴുതുന്നേ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ പോസ്റ്ററിന് നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം ബോക്സ് വരയ്ക്കണം ബോക്സ് വരച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണോ പരിപാടി ആ പരിപാടി ഹെഡിങ് കൊടുക്കണം എന്താണ് ഇവിടെ അല്ലേ ഇതെങ്ങനെ കൊടുക്കാം ഒക്ടോബർ 1 വിശ്വ ബുജുർഗ് ദിവസ് എന്ന് നിങ്ങൾക്ക് ഇവിടെ വലുതാക്കി ഹെഡിങ് കൊടുക്കാം എന്നിട്ട് എവിടെയാണ് പരിപാടി നടക്കുന്നത് സ്ഥാൻ കൊടുക്കാം സമയം കൊടുക്കാം ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് കൊടുക്കാം എന്നിട്ട് ലാസ്റ്റോ വലുതാക്കി ഇവിടെ എഴുതണം
സബ്കാ സ്വാഗത് അല്ലെ കൊടുക്കാറില്ലേ? നമ്മൾ എല്ലാരെയും വെൽക്കം ചെയ്യും, ഓൾ ആർ വെൽക്കം എന്ന് പറയില്ലേ? അത് നിങ്ങൾ ഇവിടെ കൊടുക്കണം. അത്രേ ഉള്ളൂ. പോസ്റ്റർ അങ്ങനെയാ നിങ്ങൾ തയ്യാറാക്കുക കേട്ടോ. ഹെഡിങ് കൊടുക്കുക, സ്ഥലം, സമയം, ഉദ്ഘാടനം ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം കൊടുക്കുക. ഓക്കെ അല്ലേ മക്കളെ? 4 മാർക്കാണ് കേട്ടോടാ അതിന്. 4 മാർക്കാണ് അതിന് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 4 മാർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ വരുന്നത് നോക്കിയേ. സൂചന. വീണ്ടും നിങ്ങൾക്ക് ഒരു സൂചന വന്നിട്ടുണ്ട്. എന്താണ്? ഹാച്ചി കി കഹാനി കാ യഹ് അംശ് പഠേ. അടുത്തത് ഹാച്ചി കി കഹാനിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. എന്നിട്ടോ 11ഉം 12ഉം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്. 11, 12 അതിന് ഉത്തർ ലിഖേം. ഉത്തരം എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. എന്താണ് വന്നിരിക്കുന്നത്? ഹാച്ചി കാ അർത്ഥ ഹോത്താ ഹെ 8 വഹ് അംഗ് ജിസെ പൂരാ ജപ്പാൻ ബഹുത് സൗഭാഗ്യശാലി മാനता है लेकिन पिल्ला ऐसी मजबूर हालत में की लिखो ഭാഗ്യ കാ മാരാ ഹേ. എന്താടാ പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത്? ഹാച്ചി കഹാനിയാണ് നിങ്ങൾക്ക് 2 ലൈൻ തന്നിരിക്കുന്നത്. അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹാച്ചി എന്ന് പറഞ്ഞാല് ജപ്പാനിൽ അതിന്റെ അർത്ഥം എന്താണ്? 8 എന്നാണ്. 8 അപ്പം അത് ഭാഗ്യമുള്ള ഒരു നമ്പറാണ്. ഭാഗ്യശാലി ആയിട്ടാ കണക്കാക്കുന്നത്. പക്ഷെ നമ്മുടെ ഹാച്ചി ഭാഗ്യവാനല്ലായിരുന്നു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നേ. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ലേഖക് ने पिल्ले की हालत को भाग्य का मारा ക്യോം കഹാ ഹേ. അതായത് നമ്മുടെ ലേഖകൻ എഴുതിയ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്ത്? നമ്മുടെ പിള്ള എന്താണ്? ഭാഗ്യക്കാ മാര എന്ന് പറഞ്ഞാല് അൺലക്കി ആണ്, ഒരു ഭാഗ്യവും ഇല്ലാത്തവരാന്ന് പറഞ്ഞു. ക്യോം കഹാ ഹേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടായിരുന്നടാ പറഞ്ഞത്? നമ്മുടെ ഹാച്ചി അവിടെ ആ നാട്ടിലുള്ള റോഡിലൂടെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയായിരുന്നു അല്ലെ. അലഞ്ഞു നടക്കുന്ന സമയത്താണ് നമ്മുടെ പ്രൊഫസർക്ക് കയ്യിൽ കിട്ടിയത് ഹാച്ചിനെ അല്ലെ. ഹാച്ചി ആരുമില്ലാതെ നടക്കുകയായിരുന്നു, ഉപേക്ഷിക്കപ്പെട്ടു അല്ലെ. ആരോ ഉപേക്ഷിച്ചു. അതിനെ കൊണ്ടാണ് പറയുന്നത് എന്ത്? ഹാച്ചി ഒട്ടും ഭാഗ്യവാനല്ലായിരുന്നു, ഭാഗ്യം ഇല്ലാത്ത ഒരാളായിരുന്നു എന്ന് പറഞ്ഞത് അതിനെ കൊണ്ടായിരുന്നു. 2 മാർക്കേ ഉള്ളൂ. നിങ്ങൾക്ക് അത് എഴുതി വെച്ചാൽ 2 മാർക്ക് കിട്ടും. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ഇത് നോക്കിയേ, പുതിയൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എന്താണ്? पहचान कर लिखे कि कौन सा विकल्प पूर्ण रूप से सही है. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഇതൊന്ന് ശരിയാക്കി എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അതായത് നിങ്ങൾ മാച്ച് ദ ഫോളോയിങ് ചെയ്യാറില്ലേ? അങ്ങനെ വരച്ച് ചെയ്യാറില്ലേ? ഇങ്ങനെ ഇങ്ങോട്ട് വരച്ച് ഇങ്ങോട്ട് വരച്ച് ഇങ്ങനെ വരച്ചിട്ട് നിങ്ങൾ ചെയ്യാറില്ലേ? അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്താണ് നോക്കിയേ, മിസ് വായിക്കാം. ഫസ്റ്റ് ബോക്സിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഇവിടെ എന്താണ്? പ്രൊഫസർ ഹാച്ചിക്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബാക്കി മാച്ച് ആയിട്ടുള്ളത് ഈ സൈഡിലുണ്ട്. മനസ്സിലായോ? അങ്ങനെയാ നിങ്ങൾ എടുത്ത് എഴുതേണ്ടത് കേട്ടോ. ഈ ബോക്സിലുള്ളതിന് മാച്ച് ആയിട്ടുള്ളത് ഈ സൈഡിലുണ്ട്. അപ്പൊ നിങ്ങൾ എടുത്ത് എഴുതാതെ 3 മാർക്കാണ്. 3 മാർക്കാണ്. അപ്പൊ ദേ 1, 2, 3 3 എഴുതാനുള്ളത്. മിസ് പറഞ്ഞു തരാം. നോക്കിയോ ഏതൊക്കെയാണ് നോക്കിയേ. യെസ്, പ്രൊഫസർ ഹാച്ചിക്കോ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊഫസർ ഹാച്ചിക്കോ എന്ത് ചെയ്തടാ? ഗർ ലാത്താ ഹേ അല്ലായിരുന്നോ? പ്രൊഫസർ നമ്മുടെ ഹാച്ചിയെ എന്താ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ? വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതാണ്. ഓക്കെ അല്ലേ? ഇതാണ്. അടുത്തത് എന്താണ്? പത്നി ഉജ്രജ്. പത്നി അതായത് പ്രൊഫസറിന്റെ വൈഫിനെ കുറിച്ചിട്ടാ പറയുന്നേ. പത്നി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നടാ? നമ്മുടെ ഹാച്ചിയെ ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ? അതാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഏതായിരിക്കും? ഇതിൽ വായിച്ചു നോക്കിയേ. ടൂട്ട്തി ഹേ, ഹോ ജാത്തി ഹേ, പിന്നെ ഇന്തസാർ കർത്താ ഹേ. എന്താണ്? ഏതാണ്? പത്നി അജ്രജ് ഹോ ജാത്തി ഹേ എന്നാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ എന്താടാ? അതെ ഇത് ഹാച്ചി പ്രൊഫസർ കാ എന്താണ്? ഹാച്ചി നമ്മുടെ പ്രൊഫസറിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതേ മേളിലേക്കാ പോകുന്നത്. ഇതാണ് ഇന്തസാർ കർത്താ ഹേ. അപ്പൊ ഇവിടെ ഒരു ബോക്സ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഇത് എന്താണ്? അതായത് ഇവിടെ കണ്ടോ ച ച ജ ലെറ്റർ കൊടുത്തിരിക്കുന്നത് കണ്ടോ? നിങ്ങൾ അതാണ് ഇവിടെ നോക്കിയിട്ട് മാച്ച് ചെയ്യേണ്ടത്. ഈ ച എന്നല്ലേ നമ്മളിവിടെ പറഞ്ഞത്? നോക്കിയേ. യെസ്, ഈ ച എങ്ങോട്ടാ നമ്മൾ വരച്ചിരിക്കുന്നത്? ഈ ച ദേ ഇവിടേക്കാണ്. ഇവിടെ ദായല്ലേ? നോക്കിയടാ. അപ്പം ചായും ദായും അതല്ലേ നമ്മൾ മാച്ച് ചെയ്തിരിക്കുന്നേ? നോക്കിയേ, ചായും ദായും അല്ലേ നമ്മൾ മാച്ച് ചെയ്തിരിക്കുന്നേതാ അല്ലേ? അടുത്ത ഏതാണ്? ഇത് ഈ ലെറ്റർ ആണ്. ഈ ചായാണ്. ആ ച നമ്മൾ എങ്ങോട്ടാ വരച്ചിരിക്കുന്നേ? ദേ താഴേക്കാ വരച്ചിരിക്കുന്നേ, താഴത്തോട്ടാ വരച്ചിരിക്കുന്നേ. ഏതിലേക്കാണ്? ദാ എന്നതിലേക്കാണ് വരച്ചിരിക്കുന്നത് അല്ലേ? ദേ ദാ. അപ്പൊ ഏതാണ്? ദാ ഈ ചായും ഈ ദായും. മനസ്സിലായോ മക്കളെ? അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഇനി ലാസ്റ്റിലത് ഏതാടാ? ദേ ജായാണ്. നോക്കിയേ, ഈ ജായല്ലായിരുന്നോ? ഈ ജായാണ്. ഈ ജാ നമ്മൾ എവിടെയാ വരച്ചത്? മേലോട്ടാണ്. അതായത് ഈ താലേക്കാണ് ചായും ദായും. അതല്ലേ ഇവിടെ? ദേ ജായും തായും.
അങ്ങനെയാണ് നിങ്ങൾ എടുത്ത് എഴുതേണ്ടത് കേട്ടോ. ഇതാണ് നിങ്ങൾക്ക് അവിടെ എടുത്ത് എഴുതേണ്ടത്. നിങ്ങൾ ഇങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. മാച്ച് ദി ഫോളോവിങ് നിങ്ങൾ വരയ്ക്കുന്നതിന് പകരം എന്ത് ചെയ്യണം? ഇതേപോലെ 1 2 3 4 എന്ന് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഏതാണ് കറക്റ്റ് എന്ന് നോക്കി എടുത്തെഴുതിയാൽ മതി. സെറ്റ് അല്ലേടാ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ വന്നിരിക്കുന്നേ? ജൂലിയ ഓർ ലൂണ. നെക്സ്റ്റ് ചാപ്റ്റർ ജൂലിയ ഓർ ലൂണ കഹാനി കാ യേ അംശ് പഠ്കർ. എന്നിട്ടോ ഈ ഭാഗം വായിച്ചു കഴിഞ്ഞിട്ട് 13ന്റെയും 14ന്റെയും ഉത്തരം എഴുതാനാ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത്. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഭാഗം, അംശ്. ഇതാണ്. എന്താണ് മിസ് വായിക്കാം? एक रोज कुछ हटे कटे आदमी एक बड़े से पेड़ को काटने पहुंचे. ഒരു ദിവസം കുറച്ച് ഹട്ടേ കട്ടേ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ മരം മുറിക്കാൻ വേണ്ടിയിട്ട് എത്തുകയാണ്. എന്നിട്ടോ एक लड़की ने उन्हें देखा लिया वह छत पेड़ पर छट गई. എന്താണ്? അപ്പൊ ഒരു പെൺകുട്ടി അവരെ കണ്ടപ്പോ എന്ത് ചെയ്തു? മരത്തിന്റെ മേലേക്ക് ചാടി കയറി. എന്നിട്ട് आदमियों ने पहले उसे समझाया फिर धमकाया बहुत डराया. അപ്പൊ ആദ്യം ഈ മനുഷ്യന്മാരെ എന്ത് ചെയ്തു? ആ കുട്ടിയെ മനസ്സിലാക്കാൻ ശ്രമിച്ച്, പിന്നെ ഭീഷണിപ്പെടുത്തി, പിന്നെ എന്താണ്? വഴക്കു പറഞ്ഞു. അതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഭാഗം. അതാണ്. എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത്? യെസ്, ക്വസ്റ്റ്യൻ എന്താണ്? സഹി വികൽപ് ചുൻകർ ലിഗേം എന്നാ പറഞ്ഞിരിക്കുന്നത്. ശരിയായിട്ടുള്ളത് നിങ്ങളടുത്ത് ഇവിടുന്ന് എഴുതണം. ഇത് ഏത് ക്വസ്റ്റ്യൻ ആണ്? ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ്. മിസ് നിങ്ങൾക്ക് സർവനാം പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? സർവനാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പ്രോണൗൺ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോണൗൺ. അപ്പൊ പ്രോണൗൺ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ളത്? യവ് പ്ലസ് കോ എന്ന് പറഞ്ഞാൽ ഉൻഹെ ആണോ? അല്ല, തെറ്റാണ്. എ പ്ലസ് കോ ഉൻഹെ ആണോ? തെറ്റാണ്. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് മിസ് കേട്ടോ. പിന്നെ ഇവിടെ വവ് പ്ലസ് കോ എന്ന് പറഞ്ഞാലോ ഉൻഹേം എന്നാണ്. തെറ്റാണ്. ശരിയായിട്ടുള്ളത് ഏതാടാ? ഇതാണ് ശരിയായിട്ടുള്ളത്. വേ പ്ലസ് കോ എന്ന് പറഞ്ഞാൽ ഉൻഹേം. അതാണ് ശരിയായിട്ടുള്ളത്. നിങ്ങൾ എടുത്തെഴുതണം. എടുത്തെഴുതിയാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 1 മാർക്കാണ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഗ്രാമർ ക്വസ്റ്റ്യൻ വരിക ഈ സർവനാമം തന്നെയാണ് വരിക കേട്ടോ. മിസ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വഹ് എന്ന് വന്നാൽ എന്താ വരുന്നേ എന്നൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പഠിച്ചാൽ മതി. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേടാ. എന്താണ്? उपयुक्त संदर्भ के आधार पर जूलिया और हटे कटे आदमी के बीच की संभावित बातचीत लिखे. ബാത്ചീത്ത് ആടാ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ബാത്ചീത്ത് എന്താണ്? കോൺവെർസേഷൻ ആണ്. ആര് തമ്മിലുള്ളത്? നമ്മുടെ ജൂലിയ ആ പെൺകുട്ടിയും ഹട്ടേ കട്ടേ ആദ്മി ആ സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യർ വന്നിട്ടില്ലായിരുന്നോ? അപ്പം ആ ആളും നമ്മുടെ ജൂലിയയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. കോൺവെർസേഷൻ എങ്ങനെയാ എഴുതാന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അതായത് ജൂലിയ പറയാണ് മരം മുറിക്കാൻ അനുവദിക്കില്ല എന്ന് പറയും. അപ്പൊ ആള് പറയും ഇല്ല, ഞങ്ങൾക്ക് മരം മുറിച്ചേ പറ്റൂ, ഞങ്ങളുടെ സേർട്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാം. അപ്പൊ ജൂലിയ പറയാണ് ഇല്ല, ഞാൻ ഇറങ്ങില്ല, മരം മുറിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? 4 മാർക്കാണ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കാം. ഇനി ഇവിടെയും എന്താണ്? നിങ്ങൾക്കൊരു ഓർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എഴുതാം. ജൂലിയ और लूना कहानी के आधार पर सेठ और लूना के बीच बातचीत. വീണ്ടും നിങ്ങൾക്കൊരു കോൺവെർസേഷനാ വന്നിരിക്കുന്നത്. ആര് തമ്മിലുള്ളതാണ്? നമ്മുടെ ജൂലിയയും സേട്ടും തമ്മില്. ജൂലിയയും സേർട്ട് മരം മുറിക്കാൻ ഏൽപ്പിച്ച ഒരു സേർട്ടില്ലായിരുന്ന ഒരു മുതലാളി ആളും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ആള് വന്നിട്ട് എന്താണ്? ഭീഷണിപ്പെടുത്തി വഴക്ക് പറഞ്ഞിട്ടൊക്കെ ഇല്ലായിരുന്നോ? അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അവള് പറയാണ് എന്ത്? ഞാൻ ഇറങ്ങില്ല. 2 കോൺവെർസേഷനും നിങ്ങൾക്ക് ഈ 1 2 2 കോൺവെർസേഷനും ഒരേപോലെ പഠിച്ചു വെച്ചാൽ മതിയടാ. എന്താണ്? ഞാൻ ഇറങ്ങില്ല എന്ന് പറയാണ്. അപ്പൊ സേട്ട് പറയാണ് എന്ത്? ഞങ്ങൾക്ക് മരം മുറിച്ചേ പറ്റൂ, ഇറങ്ങണം എന്ന് പറയാം. അപ്പൊ അവള് പറയാ ഇല്ല, സമ്മതിക്കില്ല, നിങ്ങൾ വാക്ക് തരണം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺവെർസേഷനിൽ എഴുതാം കേട്ടോ. ഓക്കെ അല്ലേടാ മക്കളെ? ഇതിന്റെ നോട്ട് മിസ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരുന്നുണ്ടായിരിക്കും കേട്ടോ. ഇതിന്റെ ആൻസർ എല്ലാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരും. ഓക്കെ അല്ലേടാ? യെസ്. ഇനി അടുത്ത സൂചന, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? നീച്ചെ ദിയേ ഗൺ പഠ്കർ പ്രശ്ന 15 ഉത്തർ ലിഖേ. അതായത് ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് എന്ത് ചെയ്യണം? നിങ്ങള് 15ാമത്തെ ക്വസ്റ്റ്യന് ആൻസർ എഴുതാൻ പറഞ്ഞ ഒറ്റ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് മിസ്? ഇത് വായിക്കാൻ നോക്കിയേ. एक दिन शिरीन बहुत खुश होते हुए घर वापस आई. उसने अपना बस्ता फेंका और चिल्लाती हुई बोली, अम्मी एक अच्छी खबर है, अगले इतवार हमारा स्कूल हमें घुमाने ले जा रहा है. हम चिड़ियाघर जाएंगे और वहां इकट्ठे बैठकर पिकनिक मनाएंगे. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഷിറീൻ ബഹൂത്ത്
ഉത്സാഹിതി. അതായത് ഷിറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി എന്താണ്, ഒരു ദിവസം വൈകുന്നേരം വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി വന്നിട്ട് അമ്മയുടെ അടുത്ത് ഉറക്കെ വിളിച്ച് കൂകിയിട്ട് പറയാണ്, അമ്മേ ഒരു സന്തോഷ വാർത്തയുണ്ട്, ഞങ്ങൾ നാളെ സ്കൂളിൽ നിന്ന് ഒരു പിക്നിക്കിന് പോവാണ് എല്ലാവരും കൂടെ. എവിടേക്കാണ് പോകുന്നത്? മൃഗശാല. ഹം ചിടിയാങ്കർ എന്ന് പറഞ്ഞാൽ മൃഗശാലയാണ്, മൃഗശാലയിലേക്കാ പോകുന്നത് എന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി ഷിറിൻ വന്നിട്ട് പറഞ്ഞു. അതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫ്. ഇനി ഈ ക്വസ്റ്റ്യൻ എന്താ വന്നിരിക്കുന്നേടാ? ഷിറിൻ ഖുഷ്ദി ക്യോ. ഷിറിൻ വളരെ സന്തോഷത്തിലാണ്. ക്യോം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് നമ്മുടെ ഷിറിൻ ഭയങ്കര സന്തോഷിച്ചിരുന്നത്? എന്താണ്? നിങ്ങൾക്ക് ദേ ഈ പാരഗ്രാഫിലുള്ളത് എന്നെ എടുത്തിട്ട് എഴുതാം. എന്താടാ? ദേ ഇതാണ്. ഇത് മുതൽ നിങ്ങൾ എഴുതി വെക്കുക. ഇത് മുതൽ ഈ ലാസ്റ്റ് വരെ നിങ്ങൾ എഴുതി വെച്ചോ. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്കൂൾ ഹമേം, അതായത് സ്കൂളിൽ നിന്ന് ഞങ്ങൾ പിക്നിക്കിന് പോകുന്നുണ്ട്, മൃഗശാലയിലേക്കാ പോകുന്നത്, അതല്ലേ സന്തോഷിച്ചത്? അപ്പൊ നിങ്ങൾക്ക് ആ 2 ലൈൻ എഴുതിയിട്ട് ഇവിടെ വെക്കാം. 2 മാർക്ക് കിട്ടും. ആ പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റും. സെറ്റ് അല്ലേടാ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആടാ 16ാമത്തെ. എന്താണ്? നീച്ചേ ദിയേ ചിത്ര കെ ആധാർ പർ ദോ സാർത്ഥക് വാക്യ ബനായേ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പിക്ചർ നോക്കിയിട്ട് ഇതിന് മാച്ച് ആയിട്ടുള്ള 2 വാക്യങ്ങൾ നിങ്ങളുടെ അടുത്ത് എഴുതാനാ പറഞ്ഞിരിക്കുന്നേ. നമ്മൾ പോസ്റ്റർ ഒക്കെ എഴുതാറില്ലേ, ഇങ്ങനെ ചെയ്യരുത്, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കാറില്ലേ? അതേപോലെ ഒരു പിക്ചറിന് മാച്ച് ആയിട്ടുള്ള വാക്യം നിങ്ങളുടെ അടുത്ത് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? അതായത് പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു ഫോട്ടോ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ബസ് ദേ ഇവിടെ പറഞ്ഞുതരാം. എന്താണ് നിങ്ങൾക്ക് കൊടുക്കാം? പേഡ് ലഗാവോ ധർത്തി ബജാവോ. മരം നട്ടിട്ട് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കൂ എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്ത് പറയാം? പേഡ് ബച്ചാവോ പാനി ബച്ചാവോ എന്നൂടെ പറയാം. എന്താണ്? മരം നട്ടിട്ട് മരം സംരക്ഷിച്ചിട്ട് നമ്മുടെ വെള്ളത്തെയും സംരക്ഷിക്കൂ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം അല്ലേ? അതായത് പ്രകൃതിയെ നശിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇതേ ഇവിടെ പോസ്റ്റർ എഴുതാം. പോസ്റ്റർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സാർത്ഥക് വാക്യം എന്ന് പറഞ്ഞാൽ മാച്ച് ആയിട്ടുള്ള കുറച്ച് വാക്യം ഇവിടെ എഴുതി വെക്കാനാ പറഞ്ഞിരിക്കുന്നത്. 2 മാർക്കാടാ. ഒരു പിക്ചർ ഇങ്ങനെ തന്നിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഓക്കെ അല്ലേടാ? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മാറിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ടെൻഷൻ അടിക്കാൻ മാത്രം മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ബസ് ഇതേ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്, മാർക്കും എത്ര മാർക്കാണ് എന്നൊക്കെ ബസ് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നിങ്ങൾ ശരിക്കും നോക്കി വായിച്ചു വെച്ചോളൂ. ഓക്കെ അല്ലേ? ആൻസർ മിസ് അയക്കുന്നുണ്ട്, നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരും. ഓക്കെ അല്ലേടാ? ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ.